ഹലോ, എന്തുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിരിക്കണോ? ഇന്നത്തെ ഡിഷ് കണ്ടോ, ഒരു അടിപൊളി ഐറ്റമാണ്. അതായത് കുട്ടികൾക്കൊക്കെ വളരെ അധികം ഇഷ്ടപ്പെടുന്ന ഒരു സാധനമാണിത്, ചോക്ലേറ്റ് ബ്രൗണി. കുട്ടികൾക്ക് മാത്രമല്ല, മുതിർന്നവർക്കും ചോക്ലേറ്റ് ഇഷ്ടമാണെങ്കിൽ പോലും കുട്ടികളാണ് ഈ ചോക്ലേറ്റിൻ്റെ ക്രേസി ലവേഴ്സ്. അപ്പോൾ അവർക്കും നമ്മൾക്ക് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ഐറ്റമാണ്. അപ്പോൾ ഇതിന് നമ്മൾ കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കേണ്ടി വരും. അതിലൊന്നാണ് കോമ്പൗണ്ട് ചോക്ലേറ്റ്. കോമ്പൗണ്ട് ചോക്ലേറ്റ് നമുക്കിവിടെ ഒരു 150 ഗ്രാം മതിയാവും. പക്ഷേ 150 ഗ്രാമായിട്ട് വാങ്ങാൻ കിട്ടുമോ എന്ന് എനിക്കറിയില്ല. ഞാൻ വാങ്ങിയത് 400 ഗ്രാമിൻ്റെ ഒരു പാക്കാണ്. അതിൽ നിന്നും ഞാനൊരു 150 ഗ്രാം എടുത്തു. അതിനെ നന്നായിട്ട് ചെറിയ പീസാക്കി ഇതുപോലെ ചേർത്ത് ഒരു മെൽറ്റ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ചെറിയ ചെറിയ പീസസ് ആക്കി എടുക്കുക ആദ്യം. ഇതൊന്നിലിങ്ങനെ കട്ട് ചെയ്തെടുക്കാം, അല്ലെന്നുണ്ടെങ്കിൽ ഗ്രേറ്റ് ചെയ്തായിരുന്നാലും എടുക്കാം. എനിക്ക് പക്ഷേ ഇതാണ് കുറച്ച് ഈസി ആയിട്ട് തോന്നിയത്. അത് കാരണം ഞാനിങ്ങനെ കട്ട് എടുത്തു. അതിലേക്ക് ഒരു 60 ഗ്രാമോളം അൺസോൾട്ടഡ് ബട്ടർ ചേർത്ത് കൊടുത്തു. എന്നിട്ട് ഇതിനൊന്ന് മൈക്രോവേവിൽ വെച്ചിട്ട് ഒരു 5 to 8 മിനിറ്റ്സ് ഇത് ഒന്ന് നന്നായിട്ട് മെൽറ്റായി കിട്ടാൻ വേണം. അപ്പോൾ ആ സമയം കൊണ്ട് നമുക്ക് ഇതിൻ്റെ ഡ്രൈ ഇൻഗ്രീഡിയൻസ് തയ്യാറാക്കാം. അതിന് വേണ്ടിയിട്ട് 3/4 കപ്പ് മൈദ, 1/4 കപ്പ് കൊക്കോ പൗഡർ, പിന്നെ വേണ്ടത് ഒരു 1/4 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ. ഇത്രയും നന്നായിട്ടൊന്ന് ഇടഞ്ഞെടുക്കണം. അതായത് തരി തീരെ പാടില്ല. നമ്മളുടെ ഈ നല്ല ഫൈൻ പൗഡേഴ്സായിട്ട് കിട്ടണം, എങ്കിലേ അതിനൊരു നല്ലതായിട്ട് മിക്സായി കിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ 3-4 തവണ ഇങ്ങനെ ഇടഞ്ഞെടുത്താൽ മതി. ആ സമയം കൊണ്ട് നമ്മുടെ ചോക്ലേറ്റൊക്കെ മെൽറ്റായി കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 1/4 കപ്പ് കണ്ടൻസ്ഡ് മിൽക്ക് ഒഴിച്ചു കൊടുക്കുക. ഈ ചോക്ലേറ്റ് നന്നായിട്ട് തണുത്തിട്ട് വേണം കണ്ടൻസ്ഡ് മിൽക്ക് ഒഴിക്കാൻ. എന്നിട്ട് നന്നായിട്ട് അതിന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ മിക്സ് ചെയ്യുമ്പോൾ കണ്ടൻസ്ഡ് മിൽക്ക് ഒഴിച്ചിട്ട് നമ്മളിങ്ങനെ മിക്സ് ചെയ്യുന്ന സമയത്ത് ഇത് കുറച്ചൊന്ന് തിക്കാവും. അത് സാരില്ല, അത് അങ്ങനെ തന്നെയാണ്. നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഇതിനൊരു വലിയ ബോളിലേക്ക് മാറ്റി കൊടുക്കാം. അതായത് ഇനി ഇതിലേക്കാണ് നമ്മൾ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഇട്ട് മിക്സ് ചെയ്തെടുക്കാനുള്ളത്. അപ്പോൾ ഞാൻ ഇതിനൊരു കുറച്ച് വലിയ ബൗളിലേക്ക് മാറ്റി കൊടുത്തു. എന്നിട്ട് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഇങ്ങനെ കുറച്ചായിട്ട് നമ്മുടെ ഒരു മിക്സ് നമ്മൾ ചെയ്ത് വെച്ചിട്ടില്ലേ, ആ പൊടികളെല്ലാം ഇങ്ങനെ കുറച്ചായിട്ട് ചോക്ലേറ്റിലേക്ക് ഇട്ട് ഇങ്ങനെ മിക്സ് ചെയ്തെടുക്കണം. കണ്ടോ, ആദ്യം കുറച്ചിട്ട് നോക്കുക, പിന്നെ നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ബാക്കി ഇടുക. അങ്ങനെ കുറച്ചായിട്ട് ഇട്ട് ഫുൾ പൗഡറും ഈ ചോക്ലേറ്റിൽ ഇങ്ങനെ മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ ഇതാണ് ഇതിൻ്റെ മിക്സിംഗ് പ്രോസസ്സ്. ഇനി ഇതിലേക്ക് നമ്മൾ ആഡ് ചെയ്യാനുള്ളത് പഞ്ചസാരയാണ്, പൊടിച്ച പഞ്ചസാര, പൗഡേർഡ് ഷുഗർ. ഞാനൊരു 1/2 കപ്പ് പൗഡേർഡ് ഷുഗർ ആഡ് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് അതും ഇതുപോലെ നന്നായിട്ട് മിക്സ് ചെയ്തു. പിന്നെ നമ്മൾ ഈ മിക്സിംഗ് പ്രോസസ്സിൽ ഈ ഒരു സമയത്ത്, അതായത് നമ്മുടെ പഞ്ചസാര കൂടെ ചേർത്തിട്ട് മിക്സ് ചെയ്യുമ്പോൾ നല്ല കട്ടിയാവും കേട്ടോ. പക്ഷേ നന്നായിട്ട് മിക്സ് ചെയ്യണം, അവിടെ മാത്രമാണ് ഇച്ചിരി ഒന്നും നല്ല ഹാർഡായി കിട്ടുന്നത്. ഇനി ഇത് പഞ്ചസാര മുഴുവൻ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇതിനകത്തേക്ക് 1/4 കപ്പ് പാൽ ഒഴിച്ചു കൊടുക്കുക. അതായത് റൂം ടെമ്പറേച്ചറിലുള്ള പാൽ തന്നെ ആയിരിക്കണം. പാൽ ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കുറച്ച് സമയം എടുക്കും. കാര്യം ആ നല്ല തിക്കായിട്ടുള്ള ആ ഒരു ബാറ്റർ നല്ലൊരു എന്താ പറയുക, ഇതിൻ്റെ ഒരു പാകത്തിനുള്ള, നമുക്ക് ബേക്ക് ചെയ്യാൻ പാകത്തിനൊരു ബാറ്ററായിട്ട് വരാൻ കുറച്ച് സമയം എടുക്കും. നമ്മൾ നന്നായിട്ട് ഇതുപോലെ ആയി കിട്ടണം. കുറച്ചൊന്ന് ടൈം എടുക്കുന്നൊരു സംഭവം ഇവിടെ മാത്രമാണ്. നന്നായിട്ട് ഇതുപോലെ, ഇതാണ് അതിൻ്റെ കറക്റ്റ് പാകം. കണ്ടോ, ബ്രൗണി മിക്സ് ഇതാണ്. അപ്പോൾ ഇനി ഇതിനെ നമ്മൾ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ ഒരു കേക്ക് ട്രേ എടുക്കുക. കേക്ക് ട്രേയിൽ ബട്ടർ പേപ്പർ ഇടുക. ബട്ടർ പേപ്പർ ഇട്ടിട്ട് അതിനകത്തേക്ക് അൺസോൾട്ടഡ് ബട്ടർ തന്നെ ഒന്നിങ്ങനെ നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്തെടുക്കുക. അത് ഇതുപോലെ കണ്ടോ, ഇങ്ങനെ നന്നായിട്ട് സ്പ്രെഡ് ചെയ്തതിന് ശേഷം, അതായത് നന്നായിട്ടൊന്ന് കംപ്ലീറ്റ് എല്ലാ സ്ഥലത്തും സൈഡിലും ഒക്കെ നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്യുക ബട്ടർ. എന്നിട്ട് നന്നായിട്ട് ഗ്രീസ് ചെയ്തെടുക്കാമെന്ന് പറയും ഇതിനെ കേട്ടോ. അതിനുശേഷം ഇതിലേക്ക് നമ്മുടെ ബാറ്റർ ഒഴിക്കുക, ബ്രൗണി ബാറ്റർ ഒഴിച്ചു കൊടുക്കുക. ബ്രൗണി ബാറ്റർ ഒഴിച്ചതിന് ശേഷം നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്യുക വീണ്ടും. കാര്യം നല്ല തിക്കാണ് കണ്ടോ, ഇത്രയും തിക്കാണ് ബ്രൗണിയുടെ ബാറ്റർ. അപ്പോൾ ഇതെന്താ ചെയ്യുക, നമ്മൾ സ്പാച്ചുല വെച്ചിട്ട് തന്നെ നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്തെടുക്കുക എല്ലായിടത്തും. ഇടയ്ക്കിടയ്ക്കൊന്ന് തട്ടി കൊടുക്കുക. അപ്പം കറക്റ്റായിട്ട് അങ്ങ് കിട്ടിക്കൊള്ളും. കാര്യം നല്ല ലൂസല്ലല്ലോ ഇത്. അപ്പോൾ നമ്മളിങ്ങനെ തന്നെ അതൊന്ന് ബാറ്റർ ഇങ്ങനെ കറക്റ്റ് എല്ലാം സൈഡിലേക്കും ഒന്ന് മാറ്റി നിങ്ങളുടെ ഇഷ്ടമുള്ള ഷേപ്പിലുള്ള പാത്രം എടുത്തോളൂ കേട്ടോ, കേക്ക് ട്രേ. ഇപ്പം ഇങ്ങനെ ഞാനിപ്പോൾ എൻ്റെ ഇച്ചിരി വലിപ്പമുള്ള ഇതാണ് എടുത്തത്. അത് കാരണം ഞാനിതെടുത്തു. ഇതുപോലെ തട്ടിക്കൊടുത്തു, സ്പ്രെഡ് ചെയ്ത് കൊടുത്തു. ഇനി ഇതിനകത്തേക്ക് ചോക്ലേറ്റ് ചിപ്സ് ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കാം. എൻ്റെ കയ്യിൽ വൈറ്റ് ചോക്ലേറ്റാണ് ഉണ്ടായിരുന്നത്. അപ്പം ഞാനത് കാരണം വൈറ്റ് ചോക്ലേറ്റ് ഇങ്ങനെ ചേർത്ത് കൊടുത്തു ഇതിലേക്ക്. ഇതൊക്കെ കട്ട് ചെയ്യുമ്പോഴത്തേക്കൊക്കെ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ, അല്ലാണ്ട് വേറൊന്നുമല്ല. നമുക്ക് എന്ത് വേണോ ഡെക്കറേറ്റീവ് ഐറ്റംസ് ഇതിൻ്റെ മുകളിൽ, കുട്ടികൾ കഴിക്കുന്ന എന്തും നമുക്ക് ഇതിൻ്റെ മുകളിൽ ചേർത്ത് കൊടുക്കാം. പിന്നെ ഞാൻ എന്താ ചെയ്തെന്ന് വെച്ചാൽ ഈ വൈറ്റ് ചോക്ലേറ്റ് ഇങ്ങനെ കുഴിച്ച് വെച്ചു. അപ്പോൾ ഇത് ബേക്കായിട്ട് നമ്മൾ തിരിച്ചിട്ടിട്ടല്ലേ മുറിക്കുക. ആ സമയത്ത് ആ ഭാഗത്ത് നന്നായിട്ട് ഇതിങ്ങനെ വൈറ്റ് ഇങ്ങനെ പുറത്ത് കാണാനായിട്ട് വേണ്ടിയിട്ടാണ് ഞാനതൊക്കെ ചെയ്ത് വെച്ചത്. അപ്പോൾ അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്തോ. എന്താ വെച്ചാൽ നമ്മൾക്ക് കുട്ടികൾക്കൊരു വീട്ടിലുണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ചോക്ലേറ്റ് ഐറ്റം ആയതുകൊണ്ട് ഞാൻ കാണിച്ചു എന്നേ ഉള്ളൂ. അപ്പോൾ ഞാനെല്ലാം ഒളിച്ച് വെച്ചുകൊണ്ട് വൈറ്റ് ചോക്ലേറ്റിനൊക്കെ ഞാനിങ്ങനെ ഒളിച്ച് വെച്ച് നേരെ ബേക്ക് ചെയ്യാനായിട്ട് വെച്ചു. പിന്നെ ബേക്കിംഗ് ടൈം എന്ന് വെച്ചാൽ ഇതൊരു പ്രീ ഹീറ്റഡ് ഓവൻ ആയിരിക്കണം, 180 ഡിഗ്രിയിൽ. എന്നിട്ട് അതിന് ഒരു 15 to 20 മിനിറ്റ്സ് മതിയാവും. ഞാനിവിടെ 20 മിനിറ്റ്സ് വെച്ചിട്ടാണ് ഇത് ബേക്ക് ചെയ്തത്. പക്ഷേ കറക്റ്റ് പാകമായിട്ട് കിട്ടി. 20 മിനിറ്റ്സ് കഴിഞ്ഞ് അതിനെടുത്തപ്പോൾ കറക്റ്റ് തന്നെയായിരുന്നു. കണ്ടോ, അങ്ങനെ നമ്മുടെ ബ്രൗണി റെഡിയായി. ഇനി ഇതിനെ ഒന്നൊരു പ്ലേറ്റിലോട്ട് മാറ്റുക. എന്നിട്ട് നന്നായി തണുത്തതിന് ശേഷം ഇതൊന്ന് മുറിച്ച് കൊടുക്കുക.
ഇത് കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ഞാൻ കാണിച്ചുതരാം. ഞാനിതിങ്ങനെ ഇതിപ്പം തണുക്കണതിന് മുന്നത്തെയാണ് ഓവനിൽ നിന്ന് എടുത്തിടുന്നത്. ഇത് തണുത്തപ്പോൾ കണ്ടോ, ഞാനിങ്ങനെ കട്ട് ചെയ്തപ്പോൾ കുറച്ച് പൊടികളൊക്കെ അവിടെ ഇവിടെയൊക്കെ വീണു. ആ പൊടി പോലും ബാക്കി ഉണ്ടായില്ലെന്ന് വേണം പറയാൻ. അത്രയ്ക്ക് ഇഷ്ടമായിരുന്നു കുട്ടികൾക്ക്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. എൻ്റെ വീഡിയോ ഇഷ്ടമായെന്നാണ് ഞാൻ കരുതുന്നത്. എൻ്റെ വീഡിയോ ഇഷ്ടമായാലും എൻ്റെ പേജസൊക്കെ ഒന്ന് ഫോളോ ചെയ്യുക. അവിടെയും കുറച്ച് ചെറിയ ചെറിയ വീഡിയോസ് ഞാൻ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ കാണുക. അപ്പോൾ എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഞാൻ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവരും ടേക്ക് കെയർ, സുഖമായിട്ടിരിക്കുക, ബൈ.